ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും 2025 നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നല്ലൊരു ബ്രേക്കൊക്കെ എടുത്ത് വീണ്ടും ഒരു ബാക്ക് ടു നോർമൽ റൂട്ടീനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ക്രിസ്മസ് സമയത്ത് ചെറിയൊരു ട്രിപ്പൊക്കെ പോയി. പിന്നെ മക്കൾസിനിപ്പോൾ സമ്മർ വെക്കേഷനാണ്. അവർക്കിനി ഫെബ്രുവരി ആദ്യമാണ് അവർക്ക് സ്കൂൾ തുറക്കുന്നത്. നമ്മൾ വീണ്ടും ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനങ്ങനെ ഐശ്വര്യമായിട്ട് ഒരു മീൽ പ്ലാനൊക്കെ ചെയ്ത് തുടങ്ങാം എന്ന് വിചാരിച്ചു. നമ്മൾ വർക്ക് ചെയ്യുമ്പം എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മീൽ പ്ലാനിങ് ആണ്. ഞാൻ എല്ലാ വീക്കും ഇങ്ങനെ എഴുതി പ്ലാൻ ചെയ്യാറില്ല. നമ്മളിങ്ങനെ കുറച്ച് വീക്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്കത് തന്നെ റീയൂസ് ചെയ്യാം. ഞാൻ മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് പുതിയൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ സാധാരണ മൺഡേ ടു ഫ്രൈഡേ ആണ് പ്ലാൻ ചെയ്യാറുള്ളത്. ഫ്രൈഡേ അങ്ങനെ ഭയങ്കര പ്ലാനിങ് ഇല്ല. കാരണം ഫ്രൈഡേ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഫ്രൈഡേ കൈൻഡ് ഓഫ് നമുക്കൊരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ്. നമ്മുടെ ഒരു എൻഡ് ഓഫ് വീക്കാണല്ലോ. പിന്നെ ഈ പറയും പോലെ നമുക്ക് എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ലെഫ്റ്റ് ഓവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഞാൻ ഫ്രൈഡേ ഈവനിങ് എന്തെങ്കിലുമൊക്കെ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗ്രില്ല് ചെയ്യാറാണ് പതിവ്. പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നൊരു ദിവസമാണ് ഫ്രൈഡേ കേട്ടോ. പിന്നെ ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റില്ലേ, നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4 days എങ്കിലും നമ്മൾ സീരിയലാണെന്ന് പറയാം. അപ്പോൾ ഞാൻ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ പിള്ളേർക്ക് ഈ ദോശ, അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാണ്. പണ്ടങ്ങനെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ദോശ, ചമ്മന്തി, ഇഡ്ഡലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അവരെ എൻജോയ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു ദിവസം ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കഴിയുന്നത്ര ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ഭക്ഷണം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുറച്ച് വെജീസ്, എന്തെങ്കിലും ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ്, കാർബായിരിക്കും എപ്പോഴും നമുക്ക് കൂടുതലുണ്ടാകുക. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് പ്ലാൻ ചെയ്യാനും നമ്മുടെ സമയം പോലെ കുറച്ച് മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കാനും പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ പാചകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. എനിക്കും പേഴ്സണലി ആണെങ്കിലും ഞാൻ ഇപ്പോഴും ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് അതാണ്. നമ്മൾ അങ്ങനെ കുക്ക് ചെയ്യാൻ മടിയായിട്ട് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ മേടിക്കുന്നത് നമ്മൾ ഒരിക്കലും തന്നെ ചെയ്യാത്തൊരു കാര്യമാണ്. എനിക്കിപ്പോൾ ജസ്റ്റ് ഒരു കഞ്ഞിയും പയറും ആണെങ്കിലും എനിക്കത് വീട്ടിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനങ്ങനെ മെനു ഒക്കെ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ ചുമ്മാ സ്റ്റിക്ക് ചെയ്ത് വെക്കാറാണ് പതിവ് കേട്ടോ. ഞാൻ വീക്കെൻഡിൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്, ഇപ്പോൾ ഞാനിത് സൺഡേ ആണ് ചെയ്യുന്നത്. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 3 daysലോട്ട് നമുക്ക് ഈ പുലാവ് അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും പാസ്റ്റയോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് ക്ലീനാക്കി വെച്ചിരിക്കുന്ന വെജീസാണ്. ഞാനിത് കട്ട് ചെയ്യാറില്ല. ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വളരെ വളരെ എളുപ്പമാണ്. നമുക്ക് ആ ഒരു ക്ലീനിങ്ങിൻ്റെയും പ്രീ പ്രിപ്പിൻ്റെ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഇത് നാളെ ബട്ടർ പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ പനീർ ഉണ്ടാക്കാൻ വളരെ വളരെ എളുപ്പമാണ്. നമ്മൾ ആകെ ഉള്ളിയും തക്കാളിയും വഴറ്റേണ്ട ഒരു പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ബട്ടർ പനീറിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ കുറച്ച് ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചട്നി എന്ന് വെച്ചാൽ നമുക്കത് കുറച്ച് ആഴ്ചകളോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-8 കാശ്മീരി മുളക്, കുറച്ച് ചൂടുവെള്ളം, കുറച്ച് വിനെഗർ ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊരു കെയിൽ ലീഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കോൾസിലൊക്കെ ഈ ഒരു സമയമാകുമ്പോൾ വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ ചീരയൊക്കെ തോരൻ വെക്കുന്ന പോലെ തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ഇന്നുണ്ടാക്കി വെക്കും. അത് നാളത്തേക്ക് വേണ്ടിയാണ്. എനിക്ക് നാളെ ഓഫീസിൽ പോകണം. അപ്പോൾ ഞാൻ നാളത്തേക്കുള്ള കുക്കിംഗ് ഡെഫിനറ്റ്ലി ഇന്ന് തന്നെ ചെയ്ത് വെക്കും. രാവിലെ അങ്ങനെ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഈ ലീഫ് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ വലിയ പുഴു അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാറില്ല. പിന്നെ ഇവിടെ പെസ്റ്റിസൈഡ്സ് ആണെങ്കിലും ഒരു കൺട്രോൾഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരുപാടല്ലാതെ വേറെ മഞ്ഞൾ ഉപ്പിട്ട് അങ്ങനെ വെക്കുന്ന പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരു വെജീസും അങ്ങനെ ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് വെക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ചിക്കനുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി ഫ്രീസ് ചെയ്യാനും പകുതി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫ്രിഡ്ജിൽ വെക്കുന്നത് ഈ വരുന്ന ഒരു 2-3 days നമ്മൾ ഈ പറയും പോലെ പുലാവോ സാൻഡ്വിച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചിക്കൻ എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു മീൽ പ്ലാൻ ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ പ്രിപ്പ് ചെയ്ത് വെക്കുന്നതൊക്കെ ഫ്രീസറിലും ഫ്രിഡ്ജിലും ഒക്കെ അങ്ങനെ ഇരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അത് വെച്ചിട്ട് ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കാം.
അല്ലെങ്കിൽ മീൽ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് സാധനം വാങ്ങാം. എങ്ങനെയാണെങ്കിലും നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിലുള്ള സാധനങ്ങളും നമ്മൾ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളും നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചിക്കനൊക്കെ ഞാൻ ഈ ഒരു വീക്ക് അല്ലെങ്കിൽ വീക്കെൻഡ് കൊണ്ട് തീരും, അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ കുറേ കാര്യങ്ങളങ്ങ് മീൽ പ്രിപ്പ് ചെയ്ത് വെക്കരുത്. നമ്മൾ മിക്കവാറും ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വീഡിയോസൊക്കെ നോക്കി അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എന്താണ് വേണ്ടത് എന്നാലോചിച്ചിട്ട് മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പം വേസ്റ്റായി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ചിക്കനൊരു ബേസിക് മാരിനേഷനാണ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ലൈം ജ്യൂസ്, പിന്നെ കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് ഈ പിസയിലും അതുപോലെ പാസ്റ്റയിലും അങ്ങനെയൊക്കെ ഇടാം എന്നോർത്തിട്ടാണ്. പിന്നെ നമുക്ക് സാലഡിലൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമ്മൾ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ചട്നി ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ഒനിയൻ ചട്നിയാണ് കേട്ടോ. കുറച്ച് ഉള്ളി ഈ ഒരു മിക്സീൻ്റെ ജാറിലോട്ട് മാറ്റി വെച്ചതാണ്. ബാക്കിയുള്ള ആ ഒരു വഴറ്റി ഉള്ളിയിലോട്ട് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് നമ്മുടെ ബട്ടർ പനീറിനുള്ള മസാല റെഡിയാക്കാം. നമ്മൾ ഈ ഉള്ളി വഴറ്റുമ്പം എപ്പോഴും ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് 1-2 ബാച്ച് എക്സ്ട്രാ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടുള്ള കുക്കിങ്ങിന് വളരെ എളുപ്പമായിരിക്കും. ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഞാനൊരു ഫ്യൂ ഡേയ്സൊക്കെ വെക്കാറുള്ളൂ. പക്ഷേ നന്നായിട്ട് വഴറ്റിയ ഉള്ളിയാണെങ്കിൽ നമുക്കൊരു 1 വീക്ക് പ്ലസ് ഒക്കെ സുഖമായിട്ട് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു വലിയൊരു തക്കാളിയായിരുന്നു, അതും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമ്മുടെ ചട്നിക്കുള്ള ബാക്കി ഐറ്റംസ് റെഡിയാക്കി എടുക്കാം. ഞാനിതൊരു ജനറിക് ചട്നിയാണ് കേട്ടോ. നമുക്ക് ദോശയുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഏതെങ്കിലും ദിവസം ചിലപ്പോൾ 2 ചപ്പാത്തി ഉണ്ട്, കറിയൊന്നും ഉണ്ടാക്കാൻ മൂടില്ലെങ്കിൽ ഈ ഒരു ചട്നി യൂസ് ചെയ്തിട്ട് ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും വലിയ പരാതിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പ് പോലെ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ് ഇത്. ദോശേൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് എണ്ണ ഒഴിച്ചു, അതിലോട്ട് കുറച്ച് ഉറുദാൽ ആഡ് ചെയ്തു. അതിനൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ജീരകം, നമ്മുടെ ചെറിയ ജീരകം, പിന്നെ കുറച്ച് ഉലുവ, വളരെ കുറച്ച് ഉലുവ, അല്ലെങ്കിൽ ആ ഒരു കയ്പ്പ് വരത്തില്ലേ, ജസ്റ്റ് ഒരു ചെറിയ ഫ്ലേവറിന് കുറച്ച് ഉലുവ കൂടി ആഡ് ചെയ്തു. ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 5-8 വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്തിട്ട് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഈ മിക്സിയിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കാശ്മീരി ചില്ലി ഇല്ലേ, അതിന് പകരം വേണമെങ്കിൽ നമുക്ക് സാധാരണ മുളക് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലിയാണ് ഉള്ളത്, അതുകൊണ്ട് അത് യൂസ് ചെയ്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ മുളക് ഇങ്ങനെ ആഡ് ചെയ്യുമ്പം നല്ല എരിവായിരിക്കും, അതുകൊണ്ട് അതോർത്തിട്ട് മുളക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വാളംപുളിയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ ഒന്ന് ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്തിട്ട് അതിലോട്ട് ഈ ഒരു ചട്നി ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടി അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ എന്താ പറയുക, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ കാണും. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇത് കുറേ നാൾ മാസങ്ങളോളം കേടാകാതെ ഇരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്താണെങ്കിലും ഫ്യൂ വീക്സ് സുഖമായിട്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ അത് കുറച്ചും കൂടി ഒന്നൊരു ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഇനി ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇങ്ങനെ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ യമ്മി ചട്നിയാണ്. ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ കെയിൽ ലീഫ് വെള്ളമൊക്കെ വാർന്ന് കട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നത് നമ്മുടെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ കത്തി കൊണ്ട് ഇതിനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ചോപ്പറിലിട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും ഈ ഒരു ചീര ഇങ്ങനെയാണ് ചോപ്പ് ചെയ്യാറുള്ളത് കേട്ടോ. അതുപോലെ ക്യാരറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ ഈ ഒരു ചോപ്പർ നല്ല ഹാൻഡിയാണ്. ഞാൻ പുലാവൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പം മിക്കവാറും ഇതിലിട്ടങ്ങ് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കും. അപ്പോൾ പിള്ളേരാണെങ്കിലും കഴിച്ചോളും, അങ്ങനെ വെജ് പറക്കി കളയാനൊന്നും നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ ചീരയുടെ പകുതി ഇന്ന് തോരൻ വെക്കും, പകുതി ഞാൻ ഫ്രീസ് ചെയ്യും. ഇത് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് തോരൻ വെച്ചാലും നല്ല അടിപൊളി തോരൻ കിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ ഇത് കുക്ക് ചെയ്യണം. നമ്മൾ ഡീഫ്രോസ്റ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പിന്നെ ഞാൻ കുറച്ച് മഷ്റൂമൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ഒരു കണ്ടെയ്നറിൽ കുറച്ച് ടിഷ്യൂ ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. മഷ്റൂംസ് ഒരു 3-4 ഡേയ്സ് വരെയൊക്കെ ഇരിക്കും, പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് വാടിപ്പോകും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് മഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്കിന്ന് ലഞ്ചിന് ബിരിയാണിയാണ്. ഈ ബിരിയാണി ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയപ്പം ഫ്രീസ് ചെയ്തതാണ്. ബിരിയാണി നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ബിരിയാണി പോലെ തന്നെയാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണെങ്കിലും കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ സാധാരണ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ കഴിച്ച് തീർക്കുമല്ലോ. പക്ഷേ നമ്മളിങ്ങനെ കുറച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ
ഫ്രീസറിൽ നിന്നെടുത്ത് നമുക്ക് ബിരിയാണി ഇതുപോലെ ചൂടാക്കി കഴിക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ബിരിയാണി ആണെങ്കിലും നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്യുകയാണെങ്കിൽ അത് ഓവനിൽ വെച്ച് ചൂടാക്കുന്നതിനേക്കാളും മൈക്രോവേവിൽ വെച്ച് ചൂടാക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊരു റായത്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ചധികം ക്യൂക്കുംബറും ക്യാരറ്റും ഒനിയനും ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ചധികം വെജീസ് ഇട്ടിട്ടാണ് ഈ ബിരിയാണീൻ്റെ റായത്ത ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ബാക്കി പരിപാടി. അപ്പോൾ നമ്മൾ തോരൻ വെച്ചില്ലേ, അതിൻ്റെ ബാക്കിയുള്ള ലീവ്സ് ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതും റെഡിയായി. പിന്നെ തോരൻ കറി തണുത്ത് കഴിഞ്ഞപ്പം അതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നാളെയോ മറ്റന്നാളോ ഒക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഒരിക്കലും അതൊരു എന്താ പറയുക പെട്ടെന്ന് കേടാവുന്ന പോലെയോ ഫ്രഷ്നെസ് പോകുന്ന പോലെയോ ഒന്നും നമുക്ക് തോന്നില്ല. നമ്മൾ പലപ്പോഴും രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ അത് പുറത്ത് വെച്ച് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് പോകുന്ന പോലെ തോന്നുക നമുക്ക് നെക്സ്റ്റ് ഡേ എടുക്കുമ്പോൾ. അതുകൊണ്ട് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ സ്റ്റോർ ചെയ്യുക. ഇനി ചിക്കൻ കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വെറുതെ കുക്ക് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ പാനിലിട്ടിട്ട് ഇത് ചൂടാക്കുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്ന് തന്നെ കുറേ വെള്ളം വരുമല്ലോ. ഞാൻ ഓയിലും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് നേരം തുറന്ന് വെച്ചും കുറച്ച് നേരം അടച്ചു വെച്ചും അങ്ങനെയൊക്കെ ഞാൻ കുക്ക് ചെയ്യും. ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് വേകും. അങ്ങനെ ചിക്കൻ ഒരുവിധം റെഡിയായി. നമുക്ക് ഈ ചിക്കൻ നല്ലൊരു ഫ്രൈ ചെയ്ത് എടുക്കണമെങ്കിൽ ഈ ഒരു പരുവാകുമ്പം ഇതിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ശരിക്കും നല്ലൊരു ഫ്രൈഡ് ചിക്കൻ പോലെ കിട്ടും. സാലഡിനൊക്കെ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ചിക്കൻ അല്ലേ നല്ലത്. ഇനി ഈ ചിക്കൻ തണുത്ത് കഴിയുമ്പം ഞാൻ പകുതി ചിക്കൻ ഫ്രിഡ്ജിലും പകുതി ഫ്രീസറിലും വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രിഡ്ജിൽ വെക്കുന്നത് ഈ പറയും പോലെ വരുന്ന 2-3 ദിവസത്തേക്കും, ഫ്രീസറിൽ നമുക്കതിന് ശേഷവും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. ഞാൻ സാധാരണ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫ്രീസ് ചെയ്യും, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുക്ക് ചെയ്യും. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ചും കൂടി അതൊരു എളുപ്പമായിട്ട് തോന്നുന്നു. അങ്ങനെ ചിക്കനും സെറ്റാക്കി വെച്ചു. ഇനി നാളെ തോരൻ്റെ കൂടെ കുറച്ച് സാമ്പാറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഫ്രീസ് ചെയ്ത മത്തങ്ങയാണ്, പംകിൻ. എന്തോ ഒരാവശ്യത്തിന് മേടിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന് ഞാൻ ഫ്രീസ് ചെയ്തതാണ്. അതുള്ളത് കൊണ്ട് അതിട്ടു. എൻ്റെ സാമ്പാറിൽ വളരെ കുറച്ച് കഷ്ണങ്ങളെ ഉണ്ടാവാറുള്ളൂ സാധാരണ. ടൊമാറ്റോ, പൊട്ടറ്റോ, ക്യാരറ്റ്, പിന്നെ ഞാൻ കുറച്ച് ഉള്ളി ഇടും. ഫ്രീസറിൽ ചിലപ്പോൾ ഇതുപോലെ ഫ്രീസ് ചെയ്ത എന്തെങ്കിലുമൊക്കെ വെജീസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യും കേട്ടോ. പിന്നെ ഈ വെജിറ്റബിൾസ് എപ്പോഴും ഞാൻ സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ച് ക്യാരറ്റ് ക്ലീൻ ചെയ്ത് സ്റ്റോർ ചെയ്യും. നമുക്ക് നല്ല ചിലവുള്ളൊരു വെജിറ്റബിളാണ്. നമുക്ക് സാലഡിലും പുലാവിലും ഒക്കെ ആഡ് ചെയ്യാമല്ലോ. നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതിലും കൂടുതൽ ദിവസം ഇരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളൊരു 3-4 ഡേയ്സൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനങ്ങനെ കട്ട് ചെയ്ത് വെക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുമ്പോൾ കുറച്ച് ദോശമാവും കൂടെ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു പ്രോട്ടീൻ ദോശ എന്നൊക്കെ പറയാം. ഇതിൽ ചെറുപയർ, പരിപ്പ്, പിന്നെ നമ്മുടെ ഉഴുന്ന്, കുറച്ച് അരി, മുത്താറി, ഇതൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലെൻറ്റിൽസ് ഇല്ലേ, അതെന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടാക്കാം. അപ്പോൾ കുറച്ച് അരിയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിനി അരച്ചെടുക്കുമ്പം ഇതിലോട്ട് കുറച്ച് ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ജീരകം മാത്രം ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ ഈ പരിപ്പൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു 6 to 8 hours സോക്ക് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ടങ്ങ് കുതിരാതെ വരും. ഞാനിനി കുറച്ച് ചോറും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. ഇനി നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ നല്ല മയത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് അപ്പത്തിൻ്റെ മാവ് ബാക്കിയുണ്ടായിരുന്നു. ആ മാവ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 8 hours ഒക്കെ വെക്കുമ്പോൾ തന്നെ ഇതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം. ഇൻസ്റ്റൻറ്റ് അപ്പം ഉണ്ടാക്കാം. എനിക്ക് കുറച്ചുകൂടെ പുളിച്ചിട്ട് നമ്മൾ സാധാരണ ദോശയ്ക്ക് വെക്കുന്ന പോലെ പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ടിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ആഴ്ച മീൽ പ്രിപ്പായിട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ. ഇപ്രാവശ്യം കുറച്ച് അധികം കാര്യങ്ങളുണ്ടായിരുന്നു. ചില ആഴ്ച ചിലപ്പോൾ ഇത്രയൊന്നും ചെയ്യാനുണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവരും കൂടി ആകുമ്പോൾ നമ്മുടെ ലൈഫ് ശരിക്കും ഒരു ഈസാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു മീൽ പ്ലാനും മീൽ പ്രിപ്പും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാകുന്നത് എനിക്കറിയാം. അപ്പോൾ നമ്മൾ പുതിയ വർഷമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു മീൽ പ്ലാനൊക്കെ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു റൂട്ടീനാക്കി മാറ്റാനായിട്ട് തോന്നും. പിന്നെ നമ്മുടെ മുറ്റത്തൊരു പ്ലം ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ നിറച്ച് നല്ല പ്ലം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പഴുത്തു. ഈ വെറൈറ്റിയുടെ ഒരു പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല സ്വീറ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ കടയിലൊക്കെ കിട്ടുന്നതിൽ നിന്നും വളരെ ഡിഫറെൻ്റാണ്. ഞങ്ങളിങ്ങനെ അത് പഴുക്കുന്നതും നോക്കിയിരിക്കുമായിരുന്നു. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ചാണ് പഴുത്തത്. നമ്മളിവിടെ ഇങ്ങനത്തെ ഫ്രൂട്ട് ട്രീകൾക്കൊക്കെ നമ്മളൊരു നെറ്റിട്ട് കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കിളി വന്നിട്ടത് കൊത്തും. അപ്പോൾ നമ്മളങ്ങനെ നെറ്റൊക്കെ ഇട്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറിച്ച് കുറേ നമ്മുടെ ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനും ഒക്കെ കൊടുത്തു. ഇനിയും കുറേ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് വൈനൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അടിപൊളി വൈനായിരുന്നു. ഇന്നങ്ങനെ സമയം കിട്ടിയപ്പോൾ കുറച്ച് അധികം പറിച്ചിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കാമെന്ന് ഓർത്തിട്ട്
അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് ജിമ്മിൽ പോവാണ്. ഞാൻ 2025 അങ്ങനെ പുതിയ റെസൊല്യൂഷൻസോ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് കാലമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, മാറ്റണം, ബെറ്റർ ആക്കണം എന്നൊക്കെ വിചാരിക്കുന്ന അതിലൊന്നാണ് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. മേ ബി കഴിഞ്ഞൊരു കുറേ കാലം, നേരത്തെയൊക്കെ പറയുമ്പോൾ 5-6 വർഷം എന്നായിരുന്നു, ഇപ്പോൾ 8-9 വർഷം എന്നൊക്കെ പറയണം. എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, വെയിറ്റൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണെങ്കിലും ഈ വർക്കൗട്ടും പരിപാടിയൊക്കെ നിർത്തും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പതുക്കെ പതുക്കെയാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ടിൻ്റെ ബെനിഫിറ്റ്സ്, അതായത് നമ്മൾ വെയിറ്റ് കുറയ്ക്കുക മാത്രമല്ല, നമ്മളൊരു ആരോഗ്യമുള്ള ശരീരത്തിന് അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നമ്മൾ പതുക്കെ പതുക്കെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി, എനിക്കൊരു ദിവസം എനിക്കൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ കിട്ടുമെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ വർക്കൗട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഈ വർഷം ശരിക്കും നമ്മുടെ ഫിറ്റ്നസ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടും റെഗുലറായിട്ടും അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വർഷമാണ്. എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ എടുത്താൽ ഈ ഒരു വർഷത്തെ അതിലൊന്നീ ഒരു ഫിറ്റ്നസ്സാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒരുവിധം റെഗുലറായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാഫിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷം ഒന്ന് ജിമ്മിലൊക്കെ ചേർന്ന് കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടും, പിന്നെ അവിടെയാണെങ്കിൽ നമുക്ക് ഒത്തിരി എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചേർന്നതാണ്. വലിയ കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ഒരുപാട് അമ്മമാരാണ്, ഒരുപാട് സ്ത്രീകളാണുള്ളത്. അപ്പോൾ ഈ ഒരു 25 എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ സ്വന്തം ഹെൽത്ത്, നമ്മുടെ ബോഡി ഏറ്റവും വലിയൊരു പ്രയോറിറ്റി ആയിട്ട് എടുക്കാം. നമ്മൾ സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ അങ്ങനെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു വർക്കൗട്ടിന് വേണ്ടിയിട്ട് എന്നും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 to 5 days നമ്മളൊരു സമയം കണ്ടെത്തുക എന്നുള്ളത്. നമ്മളിപ്പോഴേ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമ്മളൊരു ലോങ് റണ്ണിൽ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, സ്റ്റിൽ നമ്മൾക്ക് ഒരുപാട് പേർക്ക് അത് വലിയൊരു പ്രയോറിറ്റി ഒന്നും അല്ല. പക്ഷേ തിങ്ക് അബൌട്ട് ഇറ്റ്, നമുക്കൊരു ആരോഗ്യം ഇല്ലെങ്കിൽ അതിൽ വിഷമിക്കുന്നത്, അതിൽ ബുദ്ധിമുട്ടുന്നത് നമ്മൾ മാത്രമാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ മൂവ് ഓൺ ചെയ്യും. നമ്മുടെ കൂടെ നിൽക്കാനും നമ്മളെ നോക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ എപ്പോഴും ആളുകൾ ഉണ്ടാകണം എന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ലക്കിയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കെയർ ഒന്നും ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ ഈവൻ ഒരു പ്രായമായ അല്ലെങ്കിൽ 50-60 ആ ഒരു ഏജൊക്കെ ആവുമ്പോഴുള്ള ഒരുപാട് രോഗങ്ങൾ ഈ ജീവിതശൈലി രോഗങ്ങളാണ്. നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് നമ്മുടെ 30കളിലും 40കളിലും ഒക്കെ ശ്രദ്ധിച്ചാൽ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഞങ്ങൾക്കിവിടെ പാർക്ക് റൺ എന്ന് പറഞ്ഞിട്ട് എല്ലാ സാറ്റർഡേയും നമ്മുടെ അടുത്തുള്ള ഒരു പാർക്കിൽ 5 kilometers റണ്ണുണ്ട്. ഞാൻ വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട്. അതിന് പോകുമ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയോ, ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾ, എന്ന് വെച്ചാൽ ഒരു 80-90 അത്രയൊക്കെ ഏജിലുള്ള, പക്ഷെ എന്ന് വെച്ചാൽ അവരുടെ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് അങ്ങനെയാണ്. പക്ഷെ അവരത്രയും എനർജറ്റിക് ആയിട്ട് പലരും നമ്മളെയൊക്കെ ഓവർടേക്ക് ചെയ്തു പോകും. അത്രയും ആരോഗ്യമുള്ള ശരീരവും മനസ്സാണ്. അവരെ കാണുമ്പോൾ അറിയാം അവരത്രയും ഹാപ്പി ബീയിങ്സ് ആണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അവരവരുടെ ചെറുപ്പം തൊട്ട് അവരവരെ നന്നായി നോക്കിയതുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒന്നും ആലോചിക്കാത്തവരാണെങ്കിൽ ഈ ഒരു പുതിയ വർഷത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം എനിക്ക് വേണ്ടി ചെയ്യും എന്ന് വിചാരിക്കുക. ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് 2025 നിങ്ങളുടെ പ്രയോറിറ്റി എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പാത്രം കഴുകുന്ന കൂടെ നിങ്ങളുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞതാണ്. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി കുളിച്ചൊന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഓയിൽ മസാജൊക്കെ ചെയ്ത് കുളിക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാനതുകൊണ്ട് വീക്കിലി 1 പ്രാവശ്യം 1-2 പ്രാവശ്യമെങ്കിലും ഒന്ന് ഓയിൽ മസാജൊക്കെ ചെയ്യും. എനിക്കിതുപോലത്തെ സെൽഫ് കെയർ, സെൽഫ് പാമ്പറിങ് റൂട്ടീൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ മസാജിങ്ങും പിന്നെ എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ ഇട്ട് അതുപോലെ നല്ല ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് തലയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് അങ്ങനെയൊക്കെ കുളിക്കുന്നത് എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നാറുണ്ട്. വീക്കെൻഡ്സ് എന്താണെങ്കിലും കുറച്ച് സമയം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ മാറ്റി വെക്കും കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സാധാരണ ഒരു നല്ല വീക്കെൻഡ്, ഒരു ഫീൽ ഗുഡാണ് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോരുത്. ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു 200 ലൈക്സ് മാനിഫെസ്റ്റ് ചെയ്യട്ടെ, എന്താകും എന്ന് നോക്കാം നമുക്ക്. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.